റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. NHSന് ഭവന നിർമ്മാണത്തിനും കാലാവസ്ഥാ പ്രതിസന്ധി നേരിടുന്നതിനും പണം കണ്ടെത്താൻ സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് നികുതി വർദ്ധിപ്പിക്കുമെന്ന് ഗ്രീൻ പാർട്ടി പ്രകടന പത്രികയിൽ വ്യക്തമാക്കി. പുതിയ വെൽത്ത് ടാക്സ് ഏർപ്പെടുത്തുന്നതും 50,270 പൗണ്ടിന് മുകളിൽ വാർഷിക വേതനത്തിൽ നാഷണൽ ഇൻഷുറൻസ് ഉയർത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. നികുതി വർധനവിന്റെ കാര്യത്തിൽ സത്യസന്ധമായ നിലപാടെടുക്കുന്ന ഒരേയൊരു പാർട്ടി തങ്ങളുടേതാണ് എന്ന് ഗ്രീൻ പാർട്ടി നേതാവ് അഡ്രിയാൻ റാംസെ പറഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കില്ലെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി സംസാരിക്കാൻ പാർലമെന്റിൽ പാർട്ടിയുടെ പ്രതിനിധികൾ ഉണ്ടാകണമെന്നും റാംസെ പറഞ്ഞു. 2030 സാമൂഹിക ആരോഗ്യ സംരക്ഷണത്തിനായി പ്രതിവർഷം 50 ബില്യൺ പൗണ്ട് ചിലവഴിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ഉള്ളത്. തങ്ങൾ വിജയിക്കുമെന്ന് കരുതുന്ന 4 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. 10 മില്യണിലധികം മൂല്യമുള്ള ആസ്തികൾക്ക് 1%, 1 ബില്യൺ പൗണ്ടിൽ കൂടുതൽ മൂല്യമുള്ള ആസ്തികൾക്ക് 2% പുതിയ വെൽത്ത് ടാക്സ് ഏർപ്പെടുത്തുമെന്നാണ് ഗ്രീൻ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടുന്നത്. പടിപടിയായി പണപ്പെരുപ്പം കുറഞ്ഞതും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറവ് വരുത്തുമെന്ന സൂചനകൾ നൽകിയതും ജനപ്രീതിയിൽ വൻ ഇടിവ് നേരിട്ടുകൊണ്ടിരുന്ന ഋഷി സുനക്കിനും കൺസർവേറ്റീവ് പാർട്ടിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ UKയുടെ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ച അത്ര വളർച്ച നേടിയില്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി ഋഷി സുനാക്കിന് വൻ തിരിച്ചടിയായതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ അത് വിലയിരുത്തുന്നത്. മാർച്ചിൽ നേടിയ 0.4% വളർച്ചയ്ക്ക് ശേഷം ഏപ്രിൽ മാസത്തിൽ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാണെന്നാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ കാണിക്കുന്നത്. പ്രതിസന്ധിയിലായ റീറ്റെയിൽ മേഖല, ഉത്പാദന രംഗത്തെ മാന്ദ്യം, നിർമ്മാണ ഉത്പാദനത്തിലെ ഇടിവ് എന്നിവ മൂലമാണ് സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നേറാൻ കഴിയാതിരുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് ഷാഡോ ചാൻസലർ റേച്ചൽ റീവ്സ് പറഞ്ഞു. 2023 മാന്ദ്യത്തിൽ നിന്ന് സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരികയാണെന്ന് മാർച്ചിലെ വളർച്ചാ നിരക്ക് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായതായും ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുമാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകളോട് കൺസർവേറ്റീവ് പാർട്ടിയുടെ വക്താവ് പ്രതികരിച്ചത്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെ പ്രകീർത്തിച്ച ചാൾസ് രാജാവ് ഇത് ആഘോഷിക്കാൻ പുതിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സെന്റ് ജെയിംസ് പാലസിൽ നടന്ന സമ്മാനദാന ചടങ്ങിൽ ഡേവിഡ് ബെക്കാം, സിയന്ന മില്ലർ തുടങ്ങിയ പ്രമുഖരും അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തു. കിങ് ചാൾസ് മൂന്നാമൻ ഹാർമണി അവാർഡിന്റെ ആദ്യ ജേതാവ് മുൻ UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ ആയിരുന്നു. ചടങ്ങിൽ ഫുഡ് ക്യാമ്പയിനറും TV ഷെഫുമായ ജാമി ഒലിവറിന് അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ എന്ന അവാർഡ് ലഭിച്ചു. ചാൾസ് രാജാവ് വളരെയധികം വിലമതിക്കുന്ന കിങ്സ് ഫൗണ്ടേഷന്റെ അവാർഡുകൾ ഈ വർഷം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരെ ആദരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നമ്മൾ പ്രകൃതിയോടൊപ്പമാണ് പ്രവർത്തിക്കേണ്ടത്, അതിനെതിരെയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് അടിസ്ഥാനമാക്കി സെന്റ് ജെയിംസ് കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ നിലവിലെ ഫൗണ്ടേഷന്റെ അംബാസിഡറായ ഡേവിഡ് ബെക്കാം ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. അവാർഡ് സമ്മാനിച്ചവരിൽ സർ റോഡ് സ്റ്റുവർട്ട്, ഗാർഡനിംഗ് ഗുരു അലൻ ടിച്ച്മാഷ്, TV അവതാരകരായ സാറാ ബീനി, പാട്രിക് ഗ്രാൻഡ്, ഷെഫ് റേമണ്ട് ബ്ലാങ്ക്, എഡിറ്റർ എഡ്വേർഡ് എനിൻഫുൾ, മോഡൻ നവോമി ക്യാമ്പൽ എന്നിവരും ഉൾപ്പെടുന്നു. ലണ്ടനിലെ ഡ്രൈവർമാരിൽ നിന്നും ഈ വർഷം അവസാനത്തോടെ 1 മില്യൺ സ്പീഡിംഗ് ഫൈനുകൾ ഈടാക്കുമെന്ന് പ്രഖ്യാപിച്ച മേയർ സാദിഖ് ഖാൻ തലസ്ഥാനത്തെ നിരത്തുകളിലെ അമിത വേഗതയ്ക്ക് കടിഞ്ഞാനിടാൻ ഉദ്ദേശിക്കുന്നതായി ലണ്ടൻ മേയർ വ്യക്തമാക്കി. ഇതോടെയാണ് കൂടുതൽ സ്പീഡിംഗ് ഫൈൻ ചുമത്താനായി മെട്രോപൊളിറ്റൻ പോലീസിന് പുതിയ കർശനമായ ടാർഗറ്റുകൾ നൽകിയിരിക്കുന്നത്. നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ക്യാമറകളിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർമാരെ പിടികൂടി ശിക്ഷയായി പിഴ അടപ്പിക്കാനാണ് ശ്രമം. വേഗപരിധി ലംഘിച്ച് പിടിക്കപ്പെട്ടാൽ ഡ്രൈവർമാർ 100 പൗണ്ട് പിഴയാണ് ഈടാക്കുക. ലൈസൻസിൽ 3 പെനാൽറ്റി പോയിന്റുകൾ ചേർക്കപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ 6 വർഷത്തിനിടെ തലസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 4-1 കാറുകൾക്ക് സ്പീഡിംഗ് ഫൈൻ ലഭിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2018 മുതൽ 5,95,000 ടിക്കറ്റുകളാണ് മെട്രോപൊളിറ്റൻ പോലീസ് ഡ്രൈവർമാർക്കായി നൽകിയത്. 20 മൈൽ വേഗപരിധി ലംഘിച്ചവർക്കാണ് പ്രധാനമായും പിഴ ചുമത്തിയത്. ഇനി നാട്ടിലെ വാർത്തകൾ. സമ്പൂർണ്ണ കേന്ദ്ര ബഡ്ജറ്റ് ജൂലൈയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. തുടർച്ചയായി 2ാം തവണയും കേന്ദ്ര ധനമന്ത്രിയായി ബുധനാഴ്ചയാണ് നിർമ്മല സീതാരാമൻ ചുമതലയെടുത്തത്. പ്രധാന നയപ്രഖ്യാപനങ്ങൾക്കൊപ്പം അടുത്ത 5 വർഷത്തേക്കുള്ള സാമ്പത്തിക പദ്ധതികളും ധനമന്ത്രി അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. കൂടാതെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കുന്നതിലൂടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ കേന്ദ്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കും. 5 മാസങ്ങൾക്ക് മുൻപ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 2ാം മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റായിരുന്നു ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ 58 മിനിറ്റുകൾ കൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. 2019 ശേഷമുള്ള ഏറ്റവും ചെറിയ ബഡ്ജറ്റ് പ്രസംഗമായിരുന്നു 2024 ഫെബ്രുവരിയിൽ നടന്നത്. അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന നീറ്റ് പരീക്ഷയിൽ 67 കുട്ടികൾക്ക് 720-ൽ 720 മാർക്കും ലഭിച്ചത് വിവാദമായിരിക്കെ പല കുട്ടികളുടെയും +2 ഫലങ്ങളുടെ മാർക്ക് വിവരങ്ങൾ പുറത്തുവന്നു. +2 കഷ്ടിച്ച് പാസ്സായ കുട്ടികൾ പോലും കടുപ്പമാർന്ന നീറ്റ് പരീക്ഷയിൽ 700 മാർക്കിൽ കൂടുതൽ വാങ്ങിയതായുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്.
കുറ്റമറ്റ രീതിയിലാണ് പരീക്ഷ നടത്തുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നുണ്ടെങ്കിലും പരീക്ഷാഫലം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ്. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. നീറ്റ് പരീക്ഷയുടെ പവിത്രത നഷ്ടമായെന്ന കോടതിയുടെ അഭിപ്രായം ആരോപണങ്ങൾ ശരിവെക്കുന്നു. നീറ്റ് പരീക്ഷ അഴിമതി നിറഞ്ഞതാണെന്ന അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് CPM നേതാവ് തോമസ് ഐസക്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ കാര്യം കുറിച്ചിരിക്കുന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായി നടന്ന അവസാന സന്നാഹ മത്സരത്തിൽ ബ്രസീലിന് സമനില. ഇന്ന് അമേരിക്കയെ നേരിട്ട ബ്രസീൽ 1-1 എന്ന സമനിലയാണ് വഴങ്ങിയത്. അത്ര നല്ല പ്രകടനമല്ല ഇന്ന് ബ്രസീലിൽ നിന്ന് കാണാനായത്. ആലിസന്റെ മികച്ച സേവുകൾ ഇന്ന് ബ്രസീലിന്റെ രക്ഷയ്ക്കെത്തി. മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ റോഡ്രിഗോയുടെ ഒരു മികച്ച ഫിനിഷാണ് ബ്രസീലിന് ലീഡ് നൽകിയത്. പക്ഷേ ഈ ലീഡ് കുറച്ച് മിനിറ്റുകളെ നീണ്ടുനിന്നുള്ളൂ. 26-ാം മിനിറ്റിൽ പുലിസിക്കിലൂടെ അമേരിക്ക തിരിച്ചടിച്ച് സമനില നേടി. ഇരു ടീമുകളും വിജയ ഗോളിനായി ശ്രമിച്ചുവെങ്കിലും ഗോൾ വന്നില്ല. ബ്രസീൽ ഇനി കോപ്പ അമേരിക്കയിലാണ് ഇറങ്ങേണ്ടത്. ജൂൺ 25-ന് പുലർച്ചെ കോസ്റ്റാറിക്കയ്ക്കെതിരെ ആണ് കോപ്പയിൽ ബ്രസീലിന്റെ ആദ്യ മത്സരം. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.76 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.